ദൈവനാമം മഹത്വപ്പെടട്ടെ. നോമ്പ് പുതുക്കത്തിനും വിശുദ്ധീകരണത്തിനുമുള്ളതാണ്. അത് നാം പ്രാപിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നോമ്പിലെ പ്രാർത്ഥനകളെല്ലാം അനുതാപപൂർണമാണ്. അത് പൂർണ്ണ സമർപ്പണമാണ്. അതിന്റെ പ്രതീകമായിട്ടാണ് യാമ നമസ്കാരങ്ങളിൽ നാം കുമ്പിട്ട് നമസ്കരിക്കുന്നത്. ഭൗതിക ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുക മാത്രമല്ല കേട്ടോ, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് കൂടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി നൽകുമെന്ന് പറഞ്ഞത് കർത്താവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധിയിൽ വഴി നടത്തും. അത് സത്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൽ നയിക്കും. ഏറ്റവും കൂടുതൽ പരീക്ഷകൾ ഉണ്ടാകുക നോമ്പിന്റെ കാലഘട്ടത്തിലാണ്. പരീക്ഷകളെ അതിജീവിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. മറന്നുപോയ ആത്മീയ മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ, മറന്നുപോയ പ്രാർത്ഥനകളെ ഓർത്തെടുക്കാൻ ഈ നോമ്പിൽ നമുക്കിടയാവണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.